ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി സ്നാക്കാണ്. എല്ലാവർക്കും കഴിക്കാം കേട്ടോ, എല്ലാ പ്രായക്കാർക്കും കഴിക്കാം. ഇതിൽ നമ്മൾ ഒരുപാട് നെയ്യൊന്നും ചേർത്തിട്ടല്ല ചെയ്യുന്നത്. വളരെ ചെറിയൊരളവിൽ നെയ്യ് നമ്മളൊന്ന് നമ്മുടെ ബൗൾ അല്ലെങ്കിൽ പ്ലേറ്റ് ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ചെറുപയർ സ്നാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 കപ്പ് തന്നെ ശർക്കര എടുത്തിട്ടുണ്ട്, 1 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്, പിന്നെ 1/2 കപ്പ് കപ്പലണ്ടി അല്ലെങ്കിൽ കാഷ്യൂനട്ട് എടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് കാഷ്യൂനട്ടും 1/4 കപ്പ് കപ്പലണ്ടിയാണ് എടുക്കുന്നത്. അത് നമ്മുടെ ചോയ്സ് അനുസരിച്ച് വ്യത്യാസം വരുത്താം. മുഴുവനും നമുക്ക് കാഷ്യൂനട്ടിൽ ചെയ്യണമെങ്കിലും മുഴുവനും കാഷ്യൂനട്ടിൽ ചെയ്യാം, മുഴുവനും കപ്പലണ്ടിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും മുഴുവനും കപ്പലണ്ടിയിൽ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചെറുപയർ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വെള്ളം പോകാൻ എടുത്ത് വയ്ക്കാം. വെള്ളം നന്നായിട്ട് മാറി കഴിയുമ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ചെറുപയർ വറുത്തിട്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട്. അതുപോലെ തന്നെ തേങ്ങയാണെങ്കിൽ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം ചെറുപയർ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം മാറ്റി വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കുക. ചെറുപയർ ഇനിയൊന്ന് നന്നായിട്ട് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, ചെറുപയർ റോസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. കഴുകി നമ്മൾ നേരത്തെ വൃത്തിയാക്കി ഉണക്കി വെച്ചിരിക്കുന്ന ചെറുപയറാണെങ്കിൽ 1 കപ്പ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചൂടാക്കി കളർ മാറുന്നത് വരെ വറുത്തെടുത്തിട്ട് പൊടിച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഫ്രഷായിട്ട് കഴുകിയെടുക്കാം. അതെങ്ങനെയാണെങ്കിലും നമ്മുടെ കയ്യിലുള്ള ചെറുപയറിൻ്റെ ഇതുപോലെ. അപ്പോൾ ഞാൻ ഈ ചെറുപയറൊന്ന് കളർ മാറി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ചെറുപയറിൻ്റെ കളറ് ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി റോസ്റ്റ് ചെയ്യാൻ. ഇത്രയും സമയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുപയറിൻ്റെ കളറ് മാറി തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിം ആക്കുക. അതുപോലെ തന്നെ കപ്പലണ്ടി ആണെങ്കിലും നമ്മൾ വറുത്തെടുത്തതിന് ശേഷം തൊലി മാറ്റിയെടുക്കുക. ഇതുപോലെ തന്നെ വറുത്തെടുത്തതിന് ശേഷം തൊലി മാറ്റിയെടുക്കുക. എണ്ണയിലല്ല ഫ്രൈ ചെയ്തെടുക്കുന്നത്, ഡ്രൈ റോസ്റ്റ് തന്നെയാണ് ചെയ്തെടുക്കുന്നത് കപ്പലണ്ടി. അപ്പോൾ നമ്മുടെ ചെറുപയർ ഇത്രയും മതി. ഇനി ഒരുപാട് സമയം നമ്മൾ ഈ പാനിൽ വെച്ചിരുന്നുണ്ടെങ്കിൽ കളർ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്യാവശ്യം കളർ മാറി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേ പാനിൽ തന്നെ നമുക്ക് കപ്പലണ്ടി വറുത്തിട്ടില്ലെങ്കിൽ കപ്പലണ്ടി വറുത്തെടുക്കാം. കപ്പലണ്ടി വറുത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാനിപ്പോൾ ഈ പയറൊന്ന് മാറ്റി വയ്ക്കട്ടെ. ഇനി നിങ്ങൾ കപ്പലണ്ടി വറുത്തിട്ടില്ലെങ്കിൽ കപ്പലണ്ടി വറുത്തെടുക്കാം. ഞാനിപ്പോൾ കാഷ്യൂനട്ടാണ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മുടെ ശർക്കര പാനിയൊക്കെ റെഡിയാക്കി എടുക്കാൻ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊടിക്കാനുള്ള കാര്യങ്ങൾ ആദ്യമേ ചൂട് മാറി വരുന്നതിനായിട്ട് റെഡിയാക്കി വയ്ക്കുക. അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതെല്ലാം നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചൂട് മാറി വരാനായിട്ട് റെഡിയാക്കി വയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ കാഷ്യൂനട്ടിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയി വരട്ടെ. അധിക സമയമൊന്നും എടുക്കില്ല. ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ടിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി കാഷ്യൂനട്ടും മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഇതേ പാനിൽ തന്നെയാണ് ഞാൻ തേങ്ങ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. തേങ്ങയിലുള്ള ആ വെള്ളം ഒന്ന് വലിഞ്ഞു കിട്ടണം നമുക്ക്. അതിനുവേണ്ടി തേങ്ങ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ പാനിലേക്ക് ഇടുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ? ഈ ഒരു സൗണ്ട് ഒന്ന് മാറി വരുന്നത് വരെ തേങ്ങ ഒന്ന് ഇളക്കി ചൂടാക്കി എടുക്കുക. ഒരുപാട് കളറൊന്നും മാറിപ്പോകരുത്. തേങ്ങ ചൂടാക്കി എടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ദിവസം സൂക്ഷിച്ച് വെക്കാനുള്ളതായതുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിൻ്റെയും വെള്ളം മാറ്റി ചൂടാക്കി എടുക്കുക എന്ന് പറയുന്നത്. നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഉപയോഗിച്ച് തീർക്കാനുള്ള കാര്യങ്ങളാണെങ്കിൽ ഇതുപോലെ തേങ്ങയൊന്നും ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല. തേങ്ങയൊക്കെ നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ പയറ് മാത്രം വറുത്ത് പൊടിച്ചെടുക്കുക. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ശർക്കരയാണെങ്കിലും പൊടിച്ച് എടുത്ത് നമ്മളിപ്പോൾ ചീവി എടുത്ത അളവാണ് 1 കപ്പ് എന്ന് പറയുന്നത്. ശർക്കരയുടെ വെയിറ്റ് അല്ല, മൊത്തത്തിലുള്ള കാര്യങ്ങളല്ല പറയുന്നത്. ശർക്കര നമ്മൾ ചീവി എടുത്തിരിക്കുന്ന അളവാണ് 1 കപ്പ് അളവെന്ന് പറയുന്നത്. 240 ml കപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇളക്കുമ്പോൾ നമ്മുടെ തേങ്ങയുടെ ആ ഒരു സൗണ്ടൊക്കെ മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങയും ഈ പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ശർക്കര പാനിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശർക്കര പാനി ആക്കുന്നതും ഇതേ പാനിൽ തന്നെയാണ്. ഞാൻ തേങ്ങ മാറ്റിയിട്ട് ശർക്കര പാനി ആക്കാൻ നോക്കട്ടെ. തേങ്ങ മാറ്റി വയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ പാൻ വീണ്ടും ഫ്രീ ആയിട്ടുണ്ട്. നമുക്ക് ഈ പാനിലേക്ക് തന്നെ ശർക്കര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കാം. 1 കപ്പ് ശർക്കരയ്ക്ക് 1/2 കപ്പ് വെള്ളം, അത്രയും മതി.
ഇനി ശർക്കര ഒന്ന് പാനിയായി വരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൽറ്റായി വരിക. വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒന്ന് മെൽറ്റായി കിട്ടുക, അത്രയേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചൂട് മാറി വന്നോളും. പിന്നെ നമ്മൾ പൊടിക്കാൻ എടുക്കുന്ന ജാറിലും ഒട്ടും നനവുണ്ടാവരുത് കേട്ടോ. മിക്സിയുടെ ജാറിൽ നനവില്ലാതെ തുടച്ച് നന്നായിട്ട് ഉണക്കിയെടുത്ത ജാറായിരിക്കണം. അപ്പോൾ ശർക്കര ഒന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കര പാനിയും റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ചെറുപയർ ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. വലിയ ജാറിൽ പൊടിച്ചെടുക്കുകയാണെങ്കിൽ കൂടുതൽ സമയം എടുക്കും, അതുപോലെ തരികൾ കൂടുതലായിരിക്കും, കുറേ സമയം നമ്മൾ പൊടിക്കണം. ചെറിയ ജാറിലാണെങ്കിൽ വേഗം തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് ഞാനൊന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം റോസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പയറിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഒന്നുകൂടി പയറിൻ്റെ ചൂട് കുറയാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് മിക്സിയുടെ ജാറ് നന്നായിട്ട് ഡ്രൈ ആയത് അതിലേക്ക് നമ്മളൊരു 4 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 ഏലക്ക അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഇതിലേക്ക് നമുക്ക് നമ്മുടെ പയറ് ചേർത്തിട്ട് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിയുന്ന അത്രയും പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ നമ്മളിതാ നമ്മുടെ ചെറുപയർ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ 1/4 കപ്പ് കപ്പലണ്ടി, നിങ്ങൾ എടുക്കുന്നത് കപ്പലണ്ടി മാത്രമാണെങ്കിൽ കപ്പലണ്ടി 1/4 കപ്പ് മുഴുവൻ ചേർത്തോളൂ. നിങ്ങൾ എടുക്കുന്നത് കപ്പലണ്ടി മാത്രമാണെങ്കിൽ 1/4 കപ്പ് കപ്പലണ്ടി മാറ്റി വെച്ചിട്ട് 1/4 കപ്പ് കപ്പലണ്ടി ഇതിലേക്ക് ചേർത്ത് വീണ്ടും ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ എന്താ കപ്പലണ്ടിയും കൂടി ചേർത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം വേറെ പ്ലേറ്റിലേക്ക്. ഇനി നമുക്ക് വീണ്ടും 1-2 കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഏലക്ക ഫ്ലേവറൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ, നമ്മൾ ഏലക്ക ചേർത്ത് പൊടിച്ചതുകൊണ്ട്. ഇനി നമ്മളിത് മാറ്റി വെച്ചിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ നിങ്ങൾക്ക് ഗോൾഡൻ കളറൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ ആക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു അത്രയും കളറ് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കളർ മതിയെന്ന് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ആക്കിയെടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/4 കപ്പ് കപ്പലണ്ടി അല്ലെങ്കിൽ കാഷ്നട്ട്, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതാണെന്ന് വെച്ചാൽ അത് ചേർക്കുക. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഒന്ന് ചെറുതായി കിട്ടണം എല്ലാം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് പൾസ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പൊടിക്കൽ പരിപാടികൾ. ഇനിയിപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ ഫ്രീ ആയി. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി നമ്മൾ അരിച്ച് കുറച്ച് വലിയൊരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് തിളച്ചു തുടങ്ങി. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ചെറുപയറും കപ്പലണ്ടിയും ചേർന്ന മിക്സ് കുറച്ചായിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കുറച്ചായിട്ട് ചേർക്കുക കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു പ്ലേറ്റിൽ അല്ലെങ്കിൽ ഒരു ബൗളിൽ, നമ്മൾ ഏത് ബൗളിലാണോ സെറ്റ് ചെയ്യുന്നത്, ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത്, ആ പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ഒന്ന് റെഡിയാക്കി വയ്ക്കുക. നമുക്ക് വേഗം തന്നെ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് വയ്ക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചെറുപയറിൻ്റെ മിക്സ് റെഡി ആയി കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ തേങ്ങയും കാഷ്നട്ടും ചേർത്ത് പൊടിച്ചതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ആ ബൗളിൽ, ഞാനിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ബൗളിൽ കുറച്ച് വെളുത്ത എള്ളിട്ടുണ്ട് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഒരു ടീസ്പൂണോ 2 ടീസ്പൂണോ വെളുത്ത എള്ള് ചേർത്തിട്ട് ആ നെയ്യ് തടവിയ ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിലേക്കും വേണമെന്നുണ്ടെങ്കിൽ വെളുത്ത എള്ള് ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർക്കാം. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പാനിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ വിട്ട് വരുന്ന പാകം, അതാണ് നമ്മുടെ മിക്സിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടോടുകൂടി തന്നെ മാറ്റുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് മാറ്റട്ടെ. അപ്പോൾ നമ്മുടെ ബൗളിൽ നമ്മൾ എള്ളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ചൂടോടുകൂടി തന്നെ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ബലം കൊടുത്ത് സെറ്റ് ചെയ്യണം, അപ്പോഴേ കറക്റ്റായിട്ട് സെറ്റായി കിട്ടുള്ളൂ. ഈ സൈഡൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കുക. ഒരു സ്പാറ്റിൽ അല്ലെങ്കിൽ നെയ്യ് തടവിയൊരു സ്പൂണോ എടുക്കായിരിക്കും ഏറ്റവും എളുപ്പം. അപ്പോൾ ഞാൻ ഇതൊന്ന് ലെവലാക്കി എടുക്കട്ടെ. അതിനുശേഷം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ നമ്മളിത് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗ്ലാസിൻ്റെ അടിഭാഗത്ത് നെയ്യ് തടവിയിട്ട് ആ ഗ്ലാസ് കൊണ്ടാണെങ്കിലും ഒന്ന് ലെവൽ ചെയ്തെടുക്കുക കേട്ടോ. ഏതെങ്കിലും ഒരു പരന്ന പാത്രം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സ്പാറ്റിൽ ഉപയോഗിച്ചിട്ടോ. നിങ്ങളുടെ കയ്യിൽ സ്പാറ്റിൽ ഇല്ലെങ്കിൽ ഉള്ള കാര്യം പറഞ്ഞതാണ്. പിന്നെ ഞാൻ കുറച്ച് എള്ള് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അടിഭാഗത്തും മുകൾ ഭാഗത്തും ഒരുപോലെ എള്ള് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറച്ച് എള്ള് ഇട്ട് കൊടുക്കുന്നത്.
അപ്പോൾ ഇതിനി ഇരുന്ന് ചൂട് മാറി വരട്ടെ. ചൂട് മാറി കഴിയുമ്പോൾ നമുക്ക് കഴിക്കാം. ഇതുപോലെയും കഴിക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു ബൗളിലേക്ക് എടുത്തിട്ട് നമുക്ക് സ്പൂണിൽ കോരി കഴിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ സെറ്റായിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇതാ റെഡി ആയിരിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ ഈ പ്ലേറ്റിൽ ഈ ഒരു ബൗളിൽ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ബൗളിൽ തന്നെ വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. നമുക്കിതുപോലൊരു പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ ഏത് ഷേപ്പിലുള്ള ബൗളാണ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷേപ്പിൽ തന്നെയുള്ള പ്ലേറ്റ് വെച്ചിട്ട് നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്യാം. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ വിട്ട് വന്നോളും. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് നമ്മൾ ഡീമോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ ഹെൽത്തിയാണ്. ചെറുപയറും കപ്പലണ്ടിയും കാഷ്യൂനട്ടും ഒക്കെ അല്ലേ. വേറെ അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. ശർക്കരയാണ് ചേർക്കുന്നത്, പഞ്ചസാരയല്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തും കൂടി വിട്ടേക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.